ഡീകൺസ്ട്രക്ഷൻ തോട്ട്സ് അവതരിപ്പിക്കുന്ന ജക്കാത്തും മനസ്സിലായി. തീരാത്ത സംശയങ്ങളും എന്ന ഈ ഓൺലൈൻ വർക്ക്ഷോപ്പിലേക്ക് ആദ്യമായി തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇസ്ലാമും മുസ്ലിങ്ങളും ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിജീവനത്തിന്റെയും വംശഹത്യയുടെയും വെല്ലുവിളികൾ ഒരു ഭാഗത്ത്, എന്നാൽ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്തും ഗാസയിലെ കുഞ്ഞുങ്ങളുടെയും ഉമ്മമാരുടെയും രക്തവും മാംസവും ചിതറിത്തെറിക്കുകയാണ്. പാശ്ചാത്യ നാഗരികതയും ഇസ്ലാം വിരുദ്ധരും ഉയർത്തുന്ന സാംസ്കാരികവും വൈജ്ഞാനികവുമായ വെല്ലുവിളികൾ മറ്റൊരു ഭാഗത്ത് നിന്ന് നമ്മെ ആക്രമിക്കുന്നുണ്ട്. ഇസ്ലാമിനെ പ്രപഞ്ചത്തിന്റെ മതമായും അല്ലെങ്കിൽ വിമോചന പ്രത്യയശാസ്ത്രമായും പുനരവതരിപ്പിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ശാസ്ത്രത്തോടും യുക്തിചിന്തയോടും, എന്തിനധികം ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളോട് പോലും പലപ്പോഴും നമ്മുടെയൊക്കെ സമീപനം തലകീഴ്മേൽ മറിഞ്ഞതുപോലെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പരമ്പരാഗതമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ധാരണകളുടെ പുറംതോട് പൊട്ടിച്ച് നാം പുറത്തു കടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഈ ജക്കാത്ത് വർക്ക്ഷോപ്പ് അത്തരത്തിലുള്ള പരമ്പരാഗത ധാരണകളിൽ നിന്ന് പുറത്തു കടന്ന് ദീനിന്റെ ആത്മാവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു എളിയ ശ്രമമാണ്. സമയലഭ്യത അനുസരിച്ച് ചോദ്യോത്തരത്തിന് അവസരമുണ്ടാകുന്നതാണ്. നേരത്തെ രജിസ്ട്രേഷൻ സമയത്ത് നടത്തിയ അന്വേഷണങ്ങൾക്കും സംശയങ്ങൾക്കും എല്ലാം ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ഉത്തരം അല്ലെങ്കിൽ സംശയ നിവാരണം അവതരിപ്പിക്കുന്നതാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അർഷദ് കബീറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നാം ഏവരുടെയും മേൽ സദാ വർഷിക്കുമാറാകട്ടെ. നമ്മുടെ ആമീൻ. സഹോദരങ്ങൾ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, വംശഹത്യക്ക് വിധേയമാക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഞാൻ അധികം ആമുഖത്തിലേക്ക് കടക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയമേ നമുക്കുള്ളൂ. അതൊരു പരിമിതിയാണ്. പ്രത്യേകിച്ച് നാട്ടിലെ സമയം ഇപ്പോൾ 4:30 മണിയാണ്. 4:30 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വല്ലാതെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുകയില്ല. നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് പിന്നീട് ഈ വർക്ക്ഷോപ്പിൻ്റെ അവസാനത്തിൽ ചർച്ച ചെയ്യാവുന്നതാണ്. സഹോദരന്മാരെ, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ കണിശക്കാരാണ്. നോമ്പിൻ്റെ കാര്യത്തിലും നാം കണിശക്കാരാണ്. ഹജ്ജും ഉംറയുമൊക്കെ ഏതാണ്ടൊരു ടൂറിസം പോലെയായി ഇപ്പം മാറിയിട്ടുമുണ്ട്. കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ തീരാത്ത സംശയങ്ങളാണ്. നേരത്തെ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ശമ്പളത്തിന് സക്കാത്തുണ്ടോ, തേങ്ങക്ക് സക്കാത്തുണ്ടോ, കടം കൊടുത്താൽ സക്കാത്ത് ബാധകമാണ്, അങ്ങനെ 100,000 സംശയങ്ങളാണ്. ആ സംശയങ്ങളൊന്നും അസ്ഥാനത്താണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം സംശയങ്ങൾ പരിഹരിച്ച് സക്കാത്ത് ആവശ്യപ്പെടുന്ന ഒരു പരിവർത്തനത്തിലേക്ക് സമൂഹത്തെ, സമുദായത്തെ നയിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എത്ര തന്നെ സംഘടിത ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ നാം പിറകിലാണ് എന്ന് സമ്മതിച്ചേ മതിയാവും. നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേതാണ് സക്കാത്ത്. ഷഹാദത്തും നമസ്കാരവും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സക്കാത്താണ്. എന്തുകൊണ്ടാണ് സക്കാത്ത് ഇങ്ങനെ ഒരു ആകെ മൊത്തം
കൺഫ്യൂഷൻ ആയത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. സക്കാത്ത് ഇസ്ലാമിൻ്റെ ഈ നമ്മൾ ഇസ്ലാം കാര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായിരിക്കെ തന്നെ, പക്ഷെ അതിൻ്റെ വിശദാംശങ്ങളിൽ ഖുർആൻ മൗനം പാലിച്ചതായി കാണാൻ കഴിയും. നമുക്കെവിടെയും സക്കാത്തിൻ്റെ നിരക്കിനെ കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഡീറ്റെയിൽസിനെ കുറിച്ചോ കിട്ടില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്കതിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ നോക്കൂ, അനന്തരാവകാശത്തിൻ്റെ കൃത്യമായ നിയമങ്ങൾ, അതിൻ്റെ നിരക്ക്, ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ ബാധകമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല അടക്കമുള്ള കാര്യങ്ങൾ ഖുർആനിലുണ്ട്. എന്തിനധികം പറയുന്നു, തയമ്മം എങ്ങനെ ചെയ്യണം എന്നതുപോലും ഖുർആനിലുണ്ട്. പക്ഷേ മൂന്നാമത്തെ സ്തംഭമായ സക്കാത്തിൻ്റെ വിശദാംശങ്ങൾ ഖുർആനിലില്ല. എന്തുകൊണ്ട്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഹദീസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കാണാവുന്ന വിവരണങ്ങൾ തീർത്തും പ്രാദേശികമാണ്. അറേബ്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രക്രിയകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്ത് ഇന്നിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് പ്രവാചക വചനങ്ങളിൽ കാണാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ഈ രണ്ട് ചോദ്യങ്ങളും നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇതിൻ്റെ അർത്ഥം ഇസ്ലാം കാലാതിവർത്തിയല്ലെന്നോ ഇസ്ലാമിന് പ്രസക്തിയില്ല എന്നോ ആണോ? അങ്ങനെ ആവരുതല്ലോ. നോക്ക്, ഇപ്പം നിലവിലുള്ള ആധുനിക സംവിധാനങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സംവിധാനം, ഷെയർ മാർക്കറ്റുകൾ, വ്യവസായശാലകൾ, റിയൽ എസ്റ്റേറ്റ് മേഖലകൾ, സർവീസ് മേഖലകൾ, ബൗദ്ധിക വ്യാപാരങ്ങൾ, വാടക കെട്ടിടങ്ങൾ, അങ്ങനെ നമ്മുടെ സാമ്പത്തിക പ്രക്രിയകൾ വളരെയധികം ഡീറ്റെയിൽഡ് ആണ്, വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെയധികം വ്യാപകമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശം ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും വേണമെന്ന് വാശി പിടിച്ചാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഖുർആൻ ബോധപൂർവം വിശദാംശങ്ങൾ പറയാതിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാദേശികമായ ചില സൂചനകൾ മാത്രം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാലകാലങ്ങളിൽ, ദേശാന്തരങ്ങളിൽ സക്കാത്തിൻ്റെ വിശദാംശങ്ങളിൽ വികസിക്കാനുള്ള ബാധ്യതയും സാധ്യതയും ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് എന്നാണ്. ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നമ്മൾ സക്കാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ചില അടിസ്ഥാനങ്ങളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. കാരണം ഇത് ഇത്തരം ഫണ്ടമെന്റൽസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് സക്കാത്തിനെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ. ഇതിൽ ഒന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സമ്പത്തിന്റെ ഉടമാവകാശം അള്ളാഹുവിനാണ്. അത് മറ്റ് വ്യവസ്ഥിതികളിൽ നിന്ന് വ്യത്യസ്തമായി, ക്യാപിറ്റലിസം ആവട്ടെ, സോഷ്യലിസം ആവട്ടെ, കമ്മ്യൂണിസം ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക വ്യവസ്ഥകളാവട്ടെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യന്റെ അധീനതയിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും സമ്പത്തിന്റെയും ഉടമാവകാശം അള്ളാഹുവിനാണ്. അവൻ വെറും കൈകാര്യകർത്താവാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ ഉടമ എങ്ങനെയാണോ അത് ചെലവഴിക്കാനും വിനിയോഗിക്കാനും ആഗ്രഹിക്കുന്നത്, പറയുന്നത്, ആ രീതിയിൽ അത് ചെയ്യണം എന്ന ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയാണ് അവിടെ. രണ്ട്, അള്ളാഹു ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഭൂമിയെയും മനുഷ്യന്റെ ചുറ്റുപാടുകളെയും സംവിധാനിച്ചിട്ടുള്ളത് അവൻ ആവശ്യമായ വിഭവങ്ങളെ അസന്തുലിതമായി വിതരണം ചെയ്തിട്ടാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാം സന്തുലിതമായി വിതരണം ചെയ്യാമായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെയല്ല അള്ളാഹുവിന്റെ സുന്നത്ത്. ഭൂമിയിൽ വിഭവങ്ങൾ അസന്തുലിതമായി തന്നെയാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിലാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഖുർആനിൽ പലയിടങ്ങളും നമുക്ക് കാണാം, യബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. നമ്മളെ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഈ വിഭവങ്ങളെ അസന്തുലിതമായി വിതരണം ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതം തന്നെ ആ അർത്ഥത്തിലുള്ള ടെസ്റ്റാണ് എന്ന് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം, ഈ അസന്തുലിത വിതരണത്തെ മറികടക്കാൻ മനുഷ്യൻ എങ്ങനെ മറികടക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള
ആ, മുന്നോട്ടുള്ള നീക്കത്തിൽ സമ്പത്ത് ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കരുത്, കുന്നുകൂടി കിടക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ സങ്കല്പം. അത് ആധുനിക സാമ്പത്തിക സങ്കല്പം അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. സമ്പത്തിന്റെ റൊട്ടേഷനിലൂടെ മാത്രമാണ് സമ്പത്തിന് വളർച്ച ഉണ്ടാവുക. ഒരിടത്ത് കുന്നുകൂടി കിടക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 100 പവൻ സ്വർണമുണ്ടെങ്കിൽ അത് സ്റ്റാഗ്നന്റ് ആണ്. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക വ്യവസ്ഥക്കും ധാർമ്മിക വ്യവസ്ഥക്കും എതിരാണ്. അത് സമൂഹത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ അസന്തുലിത വിതരണത്തെ മറികടക്കാൻ നമുക്കാവുക. അപ്പൊ സമ്പത്ത് കെട്ടിക്കിടക്കരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് മനുഷ്യന്റെ അധീനം. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ കൈകാര്യ കർത്താവാണെങ്കിൽ ആണ്. അതോടൊപ്പം മനുഷ്യന്റെ കയ്യിൽ ഈ സമ്പത്ത് കൈവരുമ്പോൾ അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു ത്രഷോൾഡ്, നിസാബ് എന്ന് പറയും, അത് കഴിഞ്ഞാൽ ആ സമ്പത്തിന് പുതിയ അവകാശികൾ ഉണ്ടാവും. അല്ലാതെ നമ്മുടെ അടിമകളോ അല്ലെങ്കിൽ നമ്മുടെ ഔദാര്യം പേറുന്ന ആളുകളോ അല്ല, അവകാശികൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. നമ്മുടെ സമ്പത്ത് ഒരു പരിധി കഴിഞ്ഞാൽ ആ സമ്പത്തിൽ പുതിയ അവകാശികൾ ഉണ്ടാവും. സക്കാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സക്കാത്തിന്റെ ഈ വിഷയം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങളൊന്നും ആദ്യത്തെ തലക്കെട്ടിൽ. അടുത്തതിലേക്ക് പോകാം. സക്കാത്തിന്റെ മാനദണ്ഡങ്ങളായി നമുക്ക് പറയാവുന്നത്, സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ സമ്പത്തിനാണ്, നമ്മുടെ വരുമാനത്തിനാണ്. അതിൽ ആ സമ്പത്തിലും വരുമാനത്തിലും നമുക്ക് പൂർണ്ണമായ ഉടമസ്ഥത ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു മാനദണ്ഡം. ഇതെന്തിനാണ് ഇതിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമുക്കുണ്ടാകാൻ ഇടയുള്ള സംശയങ്ങൾക്ക് നിവാരണമുണ്ടാക്കാൻ ഈ അടിസ്ഥാനങ്ങൾ നമ്മെ സഹായിക്കും. അപ്പോൾ സമ്പത്തിന്റെ വരുമാനത്തിന്റെ പൂർണ്ണമായ ഉടമസ്ഥത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സക്കാത്ത് ബാധകമാവുന്നത്. രണ്ടാമത്തേത് ഗിന. ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ് മലയാളത്തിൽ പറയാം. ഐശ്വര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിച്ച്, നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിമം അല്ലെ സാധാരണ ജീവിതത്തിന് ആവശ്യമായ നമ്മുടെയും നമ്മുടെ ചെലവിന് കൊടുക്കാൻ നാം ബാധ്യതപ്പെട്ടവരുടെയും ആവശ്യങ്ങൾ, മിനിമം ആവശ്യങ്ങൾ കഴിച്ച് മിച്ചം വരുന്ന അവസ്ഥക്കാണ് ഗിന എന്ന് പറയുന്നത്. അപ്പോൾ ഗിന ഉണ്ടെങ്കിൽ മാത്രമാണ് സക്കാത്ത്. അല്ലാതെ എല്ലാ ആളുകളും സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാമിലില്ല. സക്കാത്ത് വാങ്ങിക്കുന്നതിന് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗിനക്കാണ് സക്കാത്ത്. മൂന്നാമത്തത് മിച്ചം എന്നുള്ള സങ്കല്പമാണ്. മിച്ചമുണ്ടാവണം. മിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ഒരുപക്ഷെ ശമ്പളമായിരിക്കാം. ശമ്പളം നല്ല ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷെ വർഷാവസാനം നോക്കുമ്പോൾ കയ്യിൽ മിച്ചമൊന്നുമില്ല. ഇപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അങ്ങനെ ചില ആൾക്കാർ വെക്കുന്നുണ്ട്. അങ്ങനെയല്ല. മിച്ചമെന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു സാധാരണ ജീവിതത്തിന് ആവശ്യമായ അല്ലെങ്കിൽ അത്യാവശ്യമായ ചെലവുകൾ കഴിച്ച് ബാക്കി എന്നതാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ പുതിയ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സർക്കാർ തന്നെ പുറത്തിറക്കുന്ന, സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന സിറ്റി ഇൻഡെക്സസ് ഉണ്ട്. അതിൽ ഒരു ഉദാഹരണത്തിന് കൊച്ചിയിൽ ഒരു ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ എന്ത് ചെലവ് വേണ്ടി വരും, അത് സർക്കാരിൻ്റെ ഒരു കണക്ക് തന്നെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറയുന്നത് നമ്മൾ പുതിയ രീതികൾ ഉപയോഗപ്പെടുത്തുന്ന സാധ്യതയെക്കുറിച്ചാണ്. അങ്ങനെ ഓരോ സിറ്റിയിലും ഓരോ വില്ലേജിലും ഓരോ രാജ്യത്തും അവരവരുടെ അവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ള ഒരു ചെലവ് കഴിച്ച് ബാക്കിയാണ് ആ മിച്ചം എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ പൈസ മറ്റു പല നിലക്കും ചെലവഴിച്ചു, നമ്മൾ ടൂറ് പോയി, വണ്ടി വാങ്ങിച്ചു, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അതൊക്കെ കഴിച്ച് ബാക്കി വരുന്ന പൈസക്ക് സക്കാത്ത് എന്നുള്ളതല്ല. ഈ മിനിമം ചെലവിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുടെ മിനിമം ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാണ് മിച്ചം. നാലാമത്തേതാണ് നിസാബ്. നിസാബ് എന്ന് നേരത്തെ പറഞ്ഞ പരിധിയാണ്. ആ പരിധി എത്തിയാലാണ്, ആ ത്രഷോൾഡ് കഴിഞ്ഞാലാണ് പുതിയ അവകാശികൾ ഉണ്ടാവുന്നത്. ആ പരിധി എത്തുന്നത് വരെ സക്കാത്തില്ല. നമുക്ക് അതിലേക്ക് വിശദമായി പോകാം. അപ്പൊ നിസാബ് എന്നൊരു സംഗതിയുണ്ട്. മറ്റൊന്നാണ് കാലഗണന. ഇതിൽ പിന്നെ സമ്പത്തിന് നമ്മൾ വർഷം പൂർത്തിയാവുക എന്നുള്ള ഒരു മാനദണ്ഡമുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ ഉടമസ്ഥത വേണം, ഐശ്വര്യം ഉണ്ടാവണം, മീൻസ് ഗിന ഉണ്ടാവണം, മിച്ചമുണ്ടാവണം, നിസാബ് തികയണം, വർഷം പൂർത്തിയാവണം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സക്കാത്ത് ചുമത്തുന്നതിന് മുമ്പായി മാനദണ്ഡങ്ങളായി നമുക്ക് പറയാവുന്നത്.
ചില പ്രധാനപ്പെട്ട ചില ആ, ഖുർആനികമായ അല്ലെങ്കിൽ ഹദീസിലൊക്കെയുള്ള ചില പരാമർശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സക്കാത്തുമായി ബന്ധപ്പെട്ട ചില ആ, ആ, ഖുർആനികമായിട്ടുള്ള റെഫറൻസുകൾ. ഇപ്പോൾ ഖുർആനിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖു മിനത് ത്വയ്യിബാത്തി മാ കസബത്തും വമിമ്മാ അഖ്റജ്നാകും മിനൽ അർദ്. സൂറത്തുൽ ബഖറയിൽ സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നല്ല വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ച് തന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുകയും, അഥവാ നാം സമ്പാദിച്ചതിൽ നിന്നും ഭൂമിയിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുന്നതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക. അംഫിഖു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് സക്കാത്തിനെ സംബന്ധിച്ച് തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മിമ്മാ കസബത്തും എന്ന് പറയുമ്പോൾ മാ കസബത്തും എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയത് അതൊക്കെയാണ്. അവിടെ പിന്നെ വേറെ മറ്റൊന്ന് എന്തിനും എക്സെപ്ഷൻസ് അതിനകത്തില്ല. സക്കാത്ത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നുണ്ട്, അദ്ദു സക്കാത്ത അംവാലിക്കും ഫൈന്നഹ തുഹുറത്തും തുതഹിറുക്കും. അപ്പോൾ നിങ്ങൾ സമ്പത്ത് നൽകുന്നത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എങ്ങനെയാണ് അത് ശുദ്ധീകരിക്കപ്പെടുന്നത്? നമുക്ക് വ്യക്തിപരമായി, മാനസികമായി, സാമൂഹികമായി ഒരുപാട് അത് വിശദാംശങ്ങൾ പറയാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഇത് നിർബന്ധമാകുന്നു എന്ന് പറയാൻ കാരണമാണ് ഈ ആയത്ത്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തുൻ തുതഹിറുഹും വതുസക്കീഹിം. സക്കാത്ത് അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നാണ് ഖുർആൻ പ്രവാചകനോട് പറഞ്ഞിട്ടുള്ളത്. അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാൻ ഉതകുന്ന ദാനം അഥവാ സക്കാത്ത് അവരുടെ സ്വത്തുക്കളിൽ നിന്നും നീ വാങ്ങുക. അതൊക്കെ മലയാളത്തിന്റെ പരിഭാഷ നോക്കണ്ട. ഖുദ് മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതാണ് ഖുർആന്റെ ശാസനം. നിസാബും തോതും നേരത്തെ പറഞ്ഞതാണ് നിസാബിന്റെ വിഷയം, ഒരു പരിധി കഴിയുക എന്നുള്ളത്. അത് പല രീതിയിൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിസാബും തോതും ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമല്ല, ഖുർആനിൽ വന്നിട്ടില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകന്റെ കാലത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന പ്രാദേശികമായ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് അന്ന് ഈ നിസാബും തോതും പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ പിന്നീട് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് സക്കാത്തുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയുന്നത് പ്രയോഗത്തിൽ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ്. അത് കുറച്ചുകൂടി വിശദമായി പിന്നെ മറ്റൊരു രീതിയിൽ പറയാമെന്ന് തോന്നുന്നു.